മനോജിനെ അറിയാം, നമ്മുടെ കോണ്ടെക്സ്റ്റ് അത്ഭുതമെന്നും വിസ്മയമെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഭൗതികമായി നമ്മളിന്ന് വിടവാങ്ങിയിരിക്കുകയാണ്. മനോജിനെ സംബന്ധിച്ചിടത്തോളം പാപ്പയുമായിട്ട് ഒത്തിരി ഇൻട്രാക്ഷനുള്ള വ്യക്തിയാണ്. പല പ്രാവശ്യം പേഴ്സണലിയും പല പ്രാവശ്യം പല ടീം മീറ്റിങ്ങിലും ഒക്കെ മാർപ്പാപ്പയായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ എന്താ പറയുക അനുഗ്രഹം ലഭിച്ചൊരു വ്യക്തിയാണ്. എൻ്റെ മുമ്പിലെയും മനോജ് സണ്ണി ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മനോജ് ചില ഓർമ്മകളൊന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ചില ടീം മീറ്റിങ്ങിൽ ഒന്നിച്ചിരുന്നതിൻ്റെയൊക്കെ ചില നല്ല ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും ചേച്ചി. ഞാൻ ആദ്യം വിചാരിച്ചു, ഞാൻ 3 മാർപ്പാപ്പമാരെയും മീറ്റ് ചെയ്തിട്ടുണ്ട്. ജോൺ പോൾ 2ാമൻ മാർപ്പാപ്പ ആദ്യം മീറ്റ് ചെയ്തപ്പോഴും അത് മറ്റൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മളൊരു എന്താ പറയുക, ഒരു പരിശുദ്ധിയുടെ അല്ലെങ്കിൽ ഒരു വിശുദ്ധിയുടെ ഒരു ഫ്ലോറിലേക്ക് എൻട്രി ചെയ്യുകയാണെന്നുള്ളതും ഞാൻ ഒട്ടുകാല സമയത്ത് അന്ന് ഐ വാസ് ഇൻ ടീയേഴ്സ്, നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകുമായിരുന്നു. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ജോൺ പോൾ II-ൻ്റെ. പോപ്പ് ബെനഡിക്റ്റിൻ്റെ നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും വളരെ വ്യത്യസ്തമായ മറ്റൊരു അനുഭവമായിരുന്നു. പോപ്പ് ഫ്രാൻസിസിനെ എപ്പോഴൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ, പരിശുദ്ധപിതാവിനെ എപ്പോഴൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ, അന്നേരം എല്ലാം എൻ്റെ മനസ്സിലുള്ള ആദ്യത്തെ 2 വാക്കുകൾ വരുന്നത്, ഒന്ന് ഞാൻ വിചാരിക്കുന്നത് മേഴ്സിയും 2 ജോയാണ്. ഈ 2 വാക്കുകളാണ് വരുന്നത്. ഞാൻ എപ്പോഴൊക്കെ മാർപ്പാപ്പയെ കണ്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം നമ്മൾക്കത് കഴിഞ്ഞ് കിട്ടുമ്പം നമ്മുടെ മുഖവും ഭയങ്കരമായിട്ട് എന്താ പറയുക ഇങ്ങനെ ബ്രൈറ്റൻഡ് ആവും. നമ്മൾ അതുവരെ ഇല്ലാത്ത പോലെ മിക്കവാറും നമ്മൾ കാണാൻ പോകുമ്പോൾ നമുക്ക് ചില ചങ്കിടിപ്പൊക്കെ ഉണ്ടല്ലോ, മാർപ്പാപ്പയോട് എന്താ നമ്മൾ പറയാൻ പോകുന്നത്, അങ്ങനത്തെ അല്ല. പക്ഷേ ആ മൊമെന്റ് നമ്മൾ വി ആർ ഇൻ ടു ഹിസ് പ്രസൻസ്, അതെല്ലാം മാറുന്നു. നമ്മുടെ മാർപ്പാപ്പയുടെ മുഖത്തുള്ളൊരു വലിയ ചിരി നമ്മുടെ മുഖത്തേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു ജോയ് നമ്മളിലേക്കും വരുന്നുണ്ട്. അവിടെ ഞാൻ അതിനേക്കാളും കൂടുതലായിട്ടൊരു ഒറ്റ വാക്ക് ഞാൻ പറയും, ഒരു കമ്പാഷനേറ്റ് ലീഡർ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള അതാണ്. ഒരു വെറും ലീഡറല്ല, ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ലീഡർ. ഞാൻ ആദ്യം പരിശുദ്ധനെ കാണുന്നത് അദ്ദേഹം ഉത്തരവാദിത്തം എടുത്തിട്ട് 2 മാസത്തിനുള്ളിൽ മാർച്ചിലെ ഉത്തരവാദിത്തം എടുക്കുന്നത് മെയ് ആരംഭത്തിലാണ് ഞാൻ കാണുന്നത് ആദ്യത്തേത്. അപ്പം ഞാൻ ഹോളി ഫാദർ എന്ന് വിളിച്ചപ്പം അദ്ദേഹം ഒരു ചിരിയോട് തിരിച്ച് വിളിച്ചു ഹോളി സണ്ണ്. അദ്ദേഹത്തിന്റെ ടിപ്പിക്കൽ വേക്കൂടെ കൂടി ഹോളി ഫാദർ ഹോളി സൺ എന്ന് വിളിക്കുന്നത്. ആൻഡ് കൈ മുത്താനായിട്ട് അനുവദിക്കാൻ വളരെ മടിയാണ്. കൈ ഇങ്ങനെ നമ്മൾ മുത്താൻ ചെല്ലുമ്പോഴത്തേനും അത് പിടിച്ച് നമ്മൾ ചേർത്ത് അണയ്ക്കാനാണ് അദ്ദേഹം നോക്കുകയും ചെയ്യുന്നത്. വളരെ കമ്പാഷനേറ്റ്, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള മാർപ്പാപ്പ. അതിനടുത്ത വർഷം 2014 ജൂൺ 1 റോം ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ വെച്ച് അന്നത്തെ ഇറ്റാലിയൻ കരിസ്മാറ്റിക് റിന്യൂവലും ഇന്റർനാഷണലി ഉള്ള കുറച്ച് ലീഡേഴ്സിനും ഒന്നിച്ച് ഗ്യാതറിങ്, എനിക്ക് 40,000-50,000 പേരുണ്ട്. അദ്ദേഹം അഡ്രസ്സ് ചെയ്യാണ് റോം ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ. അതിൻ്റെ അവസാനം ഞാൻ ഇപ്പോഴും മറക്കാത്തൊരു കാര്യമുണ്ട്, അദ്ദേഹം മുട്ടുകുത്തി. അവിടെ മുട്ടുകുത്തിയിട്ട് ആ സ്റ്റേജിൽ മുട്ടുകുത്തി അവിടെ പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് എല്ലാവരും കൈകൾ നീട്ടിക്കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതും, അതായത് നമ്മൾ അദ്ദേഹം തുടങ്ങിയ സമയത്തും ആദ്യം സെൻറ്റ് പീറ്റേഴ്സിൻ്റെ അവിടെ ബസിലിക്കയിൽ വന്ന് ആദ്യ അഡ്രസ്സിൻ്റെ സമയത്തും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇതങ്ങനെയല്ല, സ്റ്റേജിൽ മുട്ടുകുത്തി എന്നിട്ട് എല്ലാവരും എണീറ്റ് നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള, വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു മാർപ്പാപ്പ. അതാണ് ഓരോരോ ഓഡിയൻസും തീർച്ചയായിട്ടും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ഇതാണ്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർക്കുന്നുണ്ട്, അത് എനിക്കത് 3-ാമത്തെയോ 4-ാമത്തെയോ, ഞാൻ 5 പ്രാവശ്യം മാർപ്പാപ്പയെ പേഴ്സണലി കണ്ടിട്ടുണ്ട്. അത് പേഴ്സണൽ ഓഡിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. മനോജ് പറഞ്ഞ 2 വാക്കുകൾ പ്രത്യേകം ഞാൻ നോട്ടീസ് ചെയ്യുന്നു, എ കമ്പാഷനേറ്റ് ലീഡർ ആൻഡ് എ ജോയ്ഫുൾ സ്പിരിച്വാലിറ്റി. ഇത് രണ്ടിൻ്റെയും കൂടി ഒരു മിക്സ് ആണ് മാർപ്പാപ്പ എന്ന് നമുക്ക് പറയാമല്ലോ നമ്മുടെ അനുഭവത്തിൽ. മനോജിനെ സംബന്ധിച്ചിടത്തോളം ജീസസ് യൂത്തിൻ്റെ ഇൻ്റർനാഷണൽ കൗൺസിലിൻ്റെ കോർഡിനേറ്റർ ആയിരുന്നു. ഇപ്പോൾ ജീസസ് യൂത്തിൻ്റെ ഫോർമേഷൻ കോർഡിനേറ്ററാണ്. ഇങ്ങനെ പല മേഖലകളിൽ ജീസസ് യൂത്തുമായിട്ടുള്ള ഇൻറ്ററാക്ഷനും മാർപ്പാപ്പയായിട്ട് അതിൻ്റെ ഇടയിൽ ഒരു മീഡിയേറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു കോർഡിനേറ്ററായിട്ട് നിൽക്കാനുള്ള ഭാഗ്യം മനോജിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ജീസസ് യൂത്തിൻ്റെ ആവശ്യങ്ങൾക്കോ ഒക്കെ ആയിട്ട് നമ്മൾ ഇപ്പോൾ ഫ്രാൻസിസിനെ സമീപിച്ചപ്പോഴുണ്ടായ ചില പേഴ്സണൽ എക്സ്പീരിയൻസും കൂടി ഒന്ന് പറയാമോ? ഞാനെപ്പോഴും എന്നെ പരിചയപ്പെടുന്നത് ഞാൻ ജീസസ് യൂത്ത് എന്നുള്ള ആളാണ്, ഇന്ത്യയിൽ നിന്നാണ്, ജീസസ് യൂത്ത് എന്നാണെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇംഗ്ലീഷ് മനസ്സിലാവും. എനിക്ക് ഇറ്റാലിയൻ ഒട്ടും അറിയത്തില്ല. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് മനസ്സിലാവും, പക്ഷേ റെസ്പോണ്ട് ചെയ്യുന്നത് 1-2 വാക്കുകളിലായിരിക്കും കൂടുതലും പറയുന്നത്. ഓ വെരി ഗുഡ് ഐ നോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടാവും, ഞങ്ങളിങ്ങനെ ചില കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴാണ് വെരി ഗുഡ്, ഗോഡ് ബ്ലെസ് യു, ഇങ്ങനെയുള്ള ചെറിയ വാക്കുകളിലുള്ള റെസ്പോൺസാണ്. പക്ഷെ അത് കഴിഞ്ഞും പല പ്രാവശ്യം പലരും മീറ്റ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തട്ടിൽ പിതാവും ഒക്കെ മീറ്റ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ജീസസ് യൂത്ത് പറയുമ്പോൾ തന്നെ പറയുമ്പോൾ ഐ നോ ദം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ മൂവ്മെന്റിനെ പറ്റി പരിശുദ്ധ പിതാവിന് അറിയാമായിരുന്നു എന്നുള്ളതും
അതിൻ്റെ ഒരു ബ്ലെസ്സിങ്ങും അദ്ദേഹത്തിൻ്റെ ആശീർവാദവും എപ്പോഴും ഒരു എൻകറേജ്മെന്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് വലിയൊരു എന്താ പറയുക അനുഗ്രഹവും ഓർമ്മയായിട്ട് നിൽക്കുകയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു പക്ഷേ എക്ലേസിയൽ മൂവ്മെന്റ്സിന്, അതായത് ജിസ്യൂത്ത് പോലെയുള്ള സഭയിൽ അംഗീകരിച്ചിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് കൊടുത്തിട്ടുള്ള മാർപ്പാപ്പ പോപ്പ് ഫ്രാൻസിസ് ആയിരുന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷങ്ങളുള്ളൂ, 12 വർഷത്തെ പേപ്പസിക്കുള്ളിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഓഡിയൻസസ് കൊടുത്തിട്ടുള്ളത് പോപ്പ് ഫ്രാൻസിസ് ആയിരുന്നുള്ളതും. അതും അദ്ദേഹത്തിന് നമ്മളെപ്പോലെയുള്ള സഭാത്മക മുന്നേറ്റങ്ങളോടുള്ള ഒരു സ്നേഹവും അദ്ദേഹത്തിനുള്ള വാത്സല്യവും അദ്ദേഹത്തിനുള്ള പ്രതീക്ഷയും കാണിക്കുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയുന്ന സോറി മാർപ്പാപ്പയുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് മിഷണറി മൂവ്മെന്റ്സ് എല്ലാം തന്നെ അല്ലേ. സഭയിൽ ആ മിഷൻ ചൈതന്യത്തോടെ പ്രവർത്തിക്കുന്ന ഈ മൂവ്മെന്റ്സിനെല്ലാം മാർപ്പാപ്പയുടെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു. അത് യുവജനങ്ങളിൽ ഈ മിഷൻ സ്പാർക്ക് കൊടുക്കാനും യുവജനങ്ങളിലൂടെ ഒരു മിഷണറി മുന്നേറ്റം മുന്നോട്ട് പോകണമെന്നും അതേ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ലേ മാർപ്പാപ്പയെ കണ്ടുമുട്ടുമ്പോൾ? തീർച്ചയായിട്ടും. അത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലും നമ്മൾ വേൾഡ് യൂത്ത് ഡേയ്സ് ഒക്കെ എടുത്താലും, ഞാൻ ആ മാർപ്പാപ്പയുടെ സമയത്തുള്ള എല്ലാ വേൾഡ് യൂത്തിലും ഞാൻ പങ്കെടുത്തിട്ടുള്ളതാണ്. അത് യുവജനങ്ങളുടെ റെസ്പോൺസ് മാർപ്പാപ്പയെ കാണുമ്പോഴും മാർപ്പാപ്പയ്ക്ക് യുവജനങ്ങളെ കാണുമ്പോഴും, അതായത് നമ്മൾ ജോൺ പോൾട്ടിന്റെ സമയത്തൊക്കെ പറയും, തീർത്ത് വയ്യാതിരിക്കുന്ന സമയത്തും യുവജനങ്ങളുടെ ഒരു കൂട്ടം കാണുമ്പോൾ അദ്ദേഹം തന്നെത്താനെ അദ്ദേഹത്തിന്റെ മുഖവും എക്സ്പ്രഷൻസും ബോഡി ലാംഗ്വേജ് എല്ലാം മാറുന്നു. സെയിം തിങ് ആയിരുന്നു പോപ്പ് ഫ്രാൻസിസിന്റെ കാര്യത്തിൽ. എപ്പോഴും വളരെ ടയേർഡായിട്ടുള്ള ഒരു സ്കെഡ്യൂളിലാണെങ്കിൽ പോലും യുവജനങ്ങളെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഹൃദയവും മുഖവും എല്ലാം, അത് ഹൃദയത്തിൽ നിന്ന് വരുന്നത് മുഖത്തും കണ്ണുകളിലും ചിരിയിലും എല്ലാം മാറുന്ന നമുക്ക് അതുപോലെ കാണാമായിരുന്നു. അദ്ദേഹത്തിന് ഹൃദയത്തോട് വളരെ ചേർന്ന് നിന്ന ഒരു കാറ്റഗറിയാണ് യൂത്ത് എന്ന് പറയുന്നത്. അതുപോലെ യുവജനങ്ങൾക്ക് ഞാൻ വിചാരിക്കുന്നത്, ഈ ദിവസങ്ങളൊക്കെ ഉറപ്പാണ് അവിടെ വരാൻ പോകുന്ന നല്ലൊരു ശതമാനം ആൾക്കാർ യുവജനങ്ങളായിരിക്കും. അനേക യുവജനങ്ങളെ സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരാളുമാണ് പോപ്പ് ഫ്രാൻസിസ് എന്ന് പറയുന്നത്. അതൊരു വളരെ പോയിന്റാണ്. അനേകം യുവജനങ്ങളെ സഭയിലേക്ക് റീകണക്ട് ചെയ്തു അല്ലേ, കൊണ്ടുവന്നു. ഈ റീകണക്ഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു മിഷൻ മാർപ്പാപ്പയുടെ പേഴ്സണാലിറ്റിയിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ. ഞാൻ പല ആൾക്കാരെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ കഴിഞ്ഞിട്ട്, കൺഫർമേഷൻ കഴിഞ്ഞിട്ട്, സൈരലേപനം കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കൽ പോലും കുമ്പസാരിക്കാത്ത ആള് മാർപ്പാപ്പയുടെ പേപ്പസി വന്നതിന് ശേഷം അദ്ദേഹത്തെ വായിച്ച് അറിഞ്ഞ് അദ്ദേഹം കണ്ടിട്ടൊന്നുമില്ല. അത് ഇറ്റലിയിലും അല്ല ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കൺഫ്യൂഷന് പോയെന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞ സ്റ്റോറീസൊക്കെ ഉണ്ട്. അത് അദ്ദേഹത്തിന് പേപ്പസിയുടെ ഒരു എഫക്റ്റാണ്. കാരണം എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാനായിട്ടും എല്ലാവരെയും എംബ്രേസ് ചെയ്യാനായിട്ടും യേശു പാപികളെയും അല്ലാത്തവരെയും ഒരുപോലെ സ്നേഹിക്കുന്നുള്ളതും പാപത്തെ വെറുക്കുന്നുള്ളൂ, പാപികളെ ഒരിക്കലും യേശു വെറുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും യേശുവിൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട് എന്നുള്ള ഒരു അപ്രോച്ച് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരും വളരെ കംഫർട്ടബിൾ ആയിരുന്നു അത് അദ്ദേഹത്തിൻ്റെ അടുത്ത്. പ്രിൻസിപ്പൾ ഉണ്ടല്ലോ, ഇത് പ്രസംഗത്തിലൂടെയല്ല, മാർപ്പാപ്പയുടെ ചില ബോഡി ലാംഗ്വേജിലൂടെയാണ് പലപ്പോഴും ഈ ഇൻക്ലൂസീവ്നെസ് ജനത്തിന് മനസ്സിലായിട്ടുള്ളത്. അതിൻ്റെ ചില എക്സ്പീരിയൻസുകളും കൂടി പറയാമോ? പ്രത്യേകിച്ച് വേൾഡ് യൂത്തിലേക്കൊക്കെ മാർപ്പാപ്പ കടന്നു വരുമ്പോഴുള്ള ഒരു ബോഡി ലാംഗ്വേജും അവിടെ ഒരു ഇൻക്ലൂസീവ് പ്രിൻസിപ്പിൾ പറയാതെ പറയുന്നുണ്ട്, വാക്കുകളൂടി അല്ലാതെ. അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഒക്കെ ഒന്ന് പറയാമോ മനോജ്? അതുപോലെ തന്നെ മാർപ്പാപ്പയെ പറ്റി പറഞ്ഞ പോപ്പ് ഓഫ് പെരിഫറീസ് എന്നാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇദ്ദേഹം പറഞ്ഞ യേശു കൂടുതലും പൊക്കോണ്ടിരുന്ന പെരിഫറീസിലേക്കാണ്, അല്ലെങ്കിൽ അതിരുകളിലേക്ക് അല്ല, എല്ലാവരുടെയും കൂടെ ആയിരുന്നില്ല. എല്ലാവരും അവഗണിക്കപ്പെടുന്ന ആളുകളിലേക്കാണ് യേശു എപ്പോഴും പൊക്കോണ്ടിരുന്നത്. അത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെയും വേ ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നത്. അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ടി കാത്തു നിന്ന യുവജനങ്ങൾ എപ്പോഴും അദ്ദേഹം ഗ്രീറ്റ് ചെയ്യാം, അഡ്രസ്സ് ചെയ്യും. അതൊരു കൊച്ചുകുട്ടിയൊക്കെ ആണെങ്കിലും എടുത്തുമ്മ വയ്ക്കുന്നതൊക്കെ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു അപ്രോച്ചബിലിറ്റി എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ വേൾഡ് യൂത്തിലേക്കൊക്കെ ആണെങ്കിലും ഒരുപക്ഷെ മറ്റ് മാർപ്പാപ്പകളൊക്കെ വിഭിന്നമായിക്കൊണ്ട് എല്ലാ വേൾഡ് യൂത്തിലേക്കും അദ്ദേഹത്തിൻ്റെ സ്കെഡ്യൂളിൽ ഒരു പാർട്ടുണ്ടാവും. അത് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഒരുപക്ഷെ ഒരു ചേരി പ്രദേശമാകാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്ഥലത്ത് അദ്ദേഹം പോവുകയും അവിടെയുള്ളവരെ വിസിറ്റ് ചെയ്യുക എന്നുള്ളത്, പ്രത്യേകിച്ച് അവിടുത്തെ യുവജനങ്ങളെ കാണുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോറിറ്റി ആയിരുന്നു. അതായത് ഒരുപക്ഷെ ആരും ചെല്ലാൻ സാധ്യതയില്ലാത്ത സമൂഹത്തിൻ്റെ അതിരുകളിലുള്ളവരിലേക്ക് എത്തിച്ചേരുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി ആയിരുന്നു. ഒരുപക്ഷെ അതായിരിക്കാം എല്ലാവരും ഒരുപോലെ കംഫർട്ടബിൾ ആക്കിയത്. അത് എനിക്കും സഭയിലൊരു സ്ഥാനമുണ്ട്, ഒരു സ്പേസ് ഉണ്ട്. അത് ഞാൻ എന്താണെന്ന് നോക്കിക്കൊണ്ടല്ല എന്നെ യേശു കാണുന്നത്, അങ്ങനെയല്ല സഭ കാണുന്നത്, മറിച്ച് എല്ലാവർക്കും സ്പേസ് ഉണ്ടെന്നുള്ള ഒരു കൺവിക്ഷൻ എന്ന് പറയുന്നത്. അത് ഞാൻ ഒരിക്കലും ഓർക്കുന്നുണ്ട്, ഒരു മീറ്റിങ്ങിന് ഞാനൊരു എത്തിസ്റ്റ് ആയിരുന്ന ഒരു പുള്ളിക്കാരത്തെ കണ്ടെത്തി. ഒരു സ്ത്രീയാണ്, എനിക്ക് തോന്നുന്നൊരു
40s പുള്ളിക്കാരത്തി എത്തിസ്റ്റാണ്, ഒരു വെൽ നോൺ റൈറ്ററാണ്, ഡോക്ടർ, എനിക്ക് മൾട്ടിപ്പിൾ ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ആളാണ്. ഒരു ഇൻ്റലക്ച്വൽ സെമിനാറായിരുന്നു. പുള്ളിക്കാരത്തി ഹിന്ദുവാണ്, അത് ഇന്ത്യയിൽ നിന്ന് ജനിച്ചു, പക്ഷെ പുറത്താണ് സെറ്റിൽ ചെയ്തേക്കുന്നത്. പുള്ളിക്കാരത്തി പറഞ്ഞു പുള്ളിക്കാരത്തിയോട് പറഞ്ഞിട്ടുണ്ട്, യു ആർ വെരി ഇൻട്രസ്റ്റിംഗ് പോപ്പ്. I started following him after he took the papacy എന്ന് പറഞ്ഞു. അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് പോപ്പടെ. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളെ അട്രാക്ട് ചെയ്തത്? ഒന്നുമല്ല, പുള്ളിക്കാരത്തി പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, അദ്ദേഹം എല്ലാവരെയും വെൽക്കം ചെയ്യുകയും എംബ്രേസ് ചെയ്യുകയും ചെയ്തെന്ന് തോന്നുന്നു. ആൻഡ് പുള്ളിക്കാരി ഇത്രയും പറഞ്ഞു, ഞാൻ ചൈൽഡ് ആയിരുന്നപ്പോൾ എനിക്ക് കാത്തലിക് ഇതിൽ എനിക്കൊരു നിങ്ങളുടെ ക്രിസ്ത്യൻ ഫെയ്ത്തിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അവസാനം പറഞ്ഞു നിർത്തി, ഇറ്റ് ഇസ് നോട്ട് ടു ലേറ്റ് എന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പുള്ളിക്കാരത്തി പറഞ്ഞു ഹൂ നോസ്, ആർക്കറിയാം എന്ന് പറഞ്ഞു നിർത്തി. അതെല്ലാം ഒരു ടിപ്പിക്കൽ, ഞാൻ പറയും, പോപ്പ് ഫ്രാൻസിസ് എഫക്റ്റ് ആണത്. ഈ പോപ്പ് ഫ്രാൻസിസിൻ്റെ ഇങ്ങനെ പേഴ്സണൽ ടച്ചിൻ്റെ എഫക്റ്റിനോടൊപ്പം തന്നെ ഒരു കണ്ടൻറ് ലെവലിൽ, അതായത് സഭയുടെ മക്കൾക്ക് കാറ്റഗീസിസ് കൊടുക്കാനായിട്ട് ധാരാളം എൻസൈക്ലിക്കൽസും അപ്പസ്തോലിക എക്സോട്ടേഷൻസ് പ്രബോധനങ്ങളൊക്കെ മാർപ്പാപ്പ ഇറക്കിയല്ലേ. മനോജ് അതിനെയൊക്കെ കുറച്ചുകൂടി അടുത്ത് പഠിക്കുകയും അതിൻ്റെ സമ്മറി എടുക്കുകയും അനേകം യുവജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ മാർപ്പാപ്പയുടെ ഈ ഒരു റിസോഴ്സ്ഫുൾ നേച്ചറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് പോപ്പ് ബെനഡിക്റ്റിനെയോ പോപ്പ് ജോൺ പോൾ II പോലെ ഒരു തിയോളജിക്കൽ അപ്രോച്ചിനേക്കാളും കൂടുതലായിട്ട് ഇന്നത്തെ കാലത്തിന് വേണ്ട ഒരു കാറ്റഗിസിസ് ആണ് മാർപ്പാപ്പ നൽകിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഞാൻ വിചാരിക്കുന്ന മറ്റുള്ള മാർപ്പാപ്പങ്ങളെ വിഭിന്നമായിക്കൊണ്ട് ഈ ഒരു 3 ഏരിയാസ് ഞാൻ കാണുന്നതനുസരിച്ച്, ഒന്ന് മേഴ്സി, അതും ഒരു പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ മുഖം ഇന്ന് നമ്മൾക്ക് കാണിച്ചു തരിക എന്നുള്ളത് ഒന്ന്. 2, ലൗദാത്തെ സി ഒക്കെ എഴുതുമ്പോൾ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഒരു മദർ എർത്ത് എന്നുള്ളത്, നമ്മുടെ അമ്മയായ ഭൂമി, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട, അതിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത അടിയൂന്നി പറഞ്ഞു. അതൊക്കെ ധാരാളം ആൾക്കാരെ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്രിസ്ത്യൻസിന് മാത്രം ഉത്തരവാദിത്തമല്ല, എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം അടിയുറച്ച് വിശ്വസിക്കുകയും പറയുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഹ്യൂമാനിറ്റി, അദ്ദേഹത്തിന് ഉള്ളൊരു വളരെ പ്രധാനപ്പെട്ട ടീച്ചിങ്ങിൽ ഒന്നായിരിക്കും ഞാൻ വരുന്നത്, ഒരു ഹ്യൂമൻ എന്നുള്ളത്, ഓരോരുത്തരുടെയും ഹ്യൂമാനിറ്റി അത് എന്തുമാത്രം വാല്യുബിൾ ആണ്, വേർത്ത് ആണ്, കാരണം അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നുള്ളതും അത് നമ്മൾ എന്തോ ആയിരിക്കും എന്നുള്ളതല്ല. പലപ്പോഴും പല കോൺട്രവേഴ്സീസിലും മാർപ്പാപ്പ പലപ്പോഴും, അല്ലെങ്കിൽ ആൾക്കാർ ധാരാളം കോൺട്രവേഴ്സിയേക്കാളും കൂടുതൽ ധാരാളം ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്ന പല ഏരിയാസ് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ LGBTQ അല്ലെങ്കിൽ മറ്റു പലതിനോടുള്ള സ്റ്റാൻഡിനെ പറ്റി. പക്ഷെ ഇവിടെ എല്ലാം ഞാൻ വിചാരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതും, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അറ്റ്ലീസ്റ്റ് മാർപ്പാപ്പ എന്തുകൊണ്ട് ഇത് പറയുന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാനായിട്ടും അത് അവൻ ഏത് അവസ്ഥയിൽ കൂടെ കൂടുന്ന ആളും അവൻ്റെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ളൊരു അന്വേഷണം ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള സാധ്യതകൾ ഒരുക്കാനുള്ള ഉത്തരവാദിത്വം സഭയ്ക്കുണ്ടെന്നുള്ളതും യേശു ഒരിക്കലും എന്താ പറയുക, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാനാണ് ഏറ്റവും വലിയ പാപി, ഞാൻ ഫ്രാൻസിസ്, പക്ഷേ എന്താ പറയുക, ഐ എം എ റിഡീംഡ് സിന്നർ എന്നാണ് മാർപ്പാപ്പ അദ്ദേഹത്തെ പറഞ്ഞിരുന്നത്. കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട റിഡംപ്റ്റീവ് എക്സ്പീരിയൻസ് അനുഭവിച്ച ഒരു സിന്നർ. ഈ പഠനങ്ങളൊക്കെ ഓക്കെ വെരി ഗുഡ് ടെർമിനോളജി. ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്, മുന്നോട്ട് നോക്കുമ്പോഴത്തേക്കും, ഭാവിയിലേക്ക് നോക്കുമ്പോൾ സഭ ഈ ഒരു വലിയ നഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും പ്രത്യാശയുടെ പ്രവാചകനായതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയും പ്രത്യാശയും തന്നിട്ടാണ് മാർപ്പാപ്പ പോകുന്നത്. പെപ്പസിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഭാവിയിലെക്കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ പെപ്പസിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് മനോജിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും പോപ്പ് ഫ്രാൻസിസ് തുടങ്ങി വെച്ച ലെഗസി കണ്ടിന്യൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കാര്യത്തിൽ സംശയമില്ല. അത് പോപ്പ് ഫ്രാൻസിസ് തുടങ്ങിയതല്ല, ജോൺ പോൾ II കാലം അല്ലെങ്കിൽ അതിന് മുമ്പ് പോലെ തുടങ്ങി വന്ന ഓരോരുത്തരും കണ്ടിന്യൂ ചെയ്താണ്. പക്ഷെ പോപ്പ് ഫ്രാൻസിസ് അതിനെ ഒരു മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അത് ആര് വന്നാലും, അത് ഏത് മാർപ്പാപ്പ വന്നാലും അത് കണ്ടിന്യൂ ചെയ്യാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അത് അവിടെ വരുന്ന കുറച്ച് ആളുകൾ അല്ലെങ്കിൽ കാർഡിനൽസ് മാത്രം എലക്ട് ചെയ്യുന്നതല്ലോ, അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ ഓരോ കാർഡിനൽസിൽ കൂടെ ഉണ്ടാകുകയും സഭയ്ക്ക് ഏറ്റവും നല്ലത് ഈ കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള ആത്മാവിൻ്റെ പ്രവർത്തനത്തിൽ കൂടെ പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആരെന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്, മറിച്ച് നമുക്ക് ഉറപ്പുണ്ട് അത് പരിശുദ്ധാത്മാവിനാൽ എന്താ പറയുക ഇൻസ്പയർഡ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണെന്നും ആത്മാവ് തന്നെയാണ് പ്രചോദിപ്പിക്കുന്നതും പുറത്തോട്ട് കൊണ്ടുവരുന്നുള്ളത്. എനിക്കെപ്പോഴും ഏറ്റവും ഞാൻ വിചാരിക്കുന്നത് മാർപ്പാപ്പയുടെ ഒരു അപ്രോച്ചബിലിറ്റി ആണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അപ്രോച്ചബിലിറ്റി ആണ്, ഒരു ഓർഡിനറിനെസ് എന്ന് പറയും അതിന്, ഒരു സാധാരണത്വം എന്ന് പറയുന്നത്.
ആൻഡ് എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യാറ്. ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു സംഭവം, ഏതോ ഒരു ഓഡിയൻസിൻ്റെ സമയത്ത് ഞങ്ങളൊരു 100-120 പേരുണ്ട്. അദ്ദേഹത്തിന് പനിയായിരുന്നു, നല്ല പനിയാണ്. അപ്പോൾ തലേദിവസം ഞങ്ങളോട് പറഞ്ഞു, പിറ്റേ ദിവസം ഓഡിയൻസ് ഉള്ളതാണ് ഞങ്ങളുടെ കോൺഫറൻസിൻ്റെ പാർട്ടായിട്ട്. അപ്പം അപ്പം പറഞ്ഞു പനിയായിരുന്നുകൊണ്ട് മിക്കവാറും ഓഡിയൻസ് കാണാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു. രാവിലെ പറഞ്ഞു, മാർപ്പാപ്പ പറഞ്ഞു ഓഡിയൻസ് കാണണം എന്ന് പറഞ്ഞു ഓഡിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അത് നേരത്തെ എല്ലാവരും മീറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഇപ്രാവശ്യം മിക്കവാറും അവിടെയുള്ള മെയിൻ ആളുകൾ കുറച്ച് പേര്, സ്പീക്കേഴ്സും അവിടെയുള്ള കാർഡിനൽസ് അങ്ങനെയുള്ള അല്ലെ ബിഷപ്സ് മാത്രമേ മീറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ മാർപ്പാപ്പ വന്നു, നല്ല ടയേർഡാണ്, ഇരുന്നാണ് സംസാരിച്ചത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വീൽ ചെയറിലൊന്നും ആ സമയത്തല്ല, അതിനൊക്കെ മുമ്പാണിത്. അപ്പം ഇരുന്നാണ് സംസാരിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ എല്ലാവരും കാണാൻ പോകാമെന്ന്. ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഞങ്ങളെല്ലാവരും കണ്ടു, എല്ലാവരും ഇൻഡിവിജ്വലി ഗ്രീറ്റ് ചെയ്തു. അതിൻ്റെ ഒരു ആവശ്യം അദ്ദേഹത്തിനില്ല, കാരണം സുഖമില്ലാതെ ഇരിക്കുന്ന ആളുടെ കൂടി. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കാർഡിനൽസ്, ബിഷപ്സ്, സ്പീക്കേഴ്സ് ഒന്നും അല്ല പ്രധാനപ്പെട്ടത്, അവിടെയുള്ള എല്ലാവരും ഈക്വലി ഇമ്പോർട്ടൻ്റാണ്. എനിക്കൊന്ന് അടുത്തൊരു മാർപ്പാപ്പ വരുമ്പോഴും സഭയിലുള്ള ഓരോരുത്തരും പ്രധാനപ്പെട്ടതാണല്ലോ. ഈ ഒരു സിനഡൽ ജേർണിയുടെ ഒക്കെ പ്രധാനപ്പെട്ട ഒന്നതാണല്ലോ. എല്ലാവരും ശ്രമിക്കുന്നതാണ്, എല്ലാവരും ഒന്നിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. കമ്മ്യൂണിയനും പാർട്ടിസിപ്പേഷനുമാണ് മിഷനിലേക്ക് പോകുന്നത്. നമ്മളൊരു ചേർച്ച് ഇൻ മിഷൻ എന്നൊക്കെ പറയുന്ന, സിനഡൽ ചേർച്ച് ഇൻ മിഷൻ എന്ന് പറയുമ്പം എൻ്റെ ഒരു ഡ്രീം അത് തന്നെയാണ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, എല്ലാവർക്കും അവരുടെ ശബ്ദം സഭയിൽ കേൾക്കുന്നു എന്ന് അറിയുന്ന, അതിനൊരു വാല്യൂ ഉള്ള ഒന്നിച്ചുള്ളൊരു ജേർണിയും ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് വരുന്ന കാലഘട്ടങ്ങളിൽ അതിന് തുടക്കമിട്ടേക്കുന്നത് അത് സംഭവിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും ഇമ്പോർട്ടൻ്റ് ആവുന്ന ഒരു സമയം വരുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം തുടങ്ങിയിട്ടുണ്ട്, അത് കണ്ടിന്യൂ ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും മനോജ്, സഭ ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ്. ക്രിസ്തു സഭയെ നയിക്കാൻ പറ്റിയ വ്യക്തികളെ, ഓരോ കാലഘട്ടത്തിന് അനുയോജ്യരായ വ്യക്തികളെ സഭയ്ക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ഈ ഒരു സിനഡൽ ചർച്ചിൽ നമ്മളിങ്ങനെ അക്കമ്പനി ചെയ്യുന്ന ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അതേ ചൈതന്യം, ഫ്രാൻസിസ് മാർപ്പാപ്പ ട്രാൻസെൻഡ് ചെയ്തു അല്ലെങ്കിൽ ഞങ്ങളിത് വിന്യസിപ്പിച്ചു എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു ആത്മീയ ചൈതന്യം, അത് അനേകം മനോജ് പറഞ്ഞ പോലെ തന്നെ അനേകം മനസ്സുകളെ, യുവജനങ്ങളെ, അനേക ജീവിതങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ജീവിതത്തിൽ നല്ലൊരു ടേണിംഗ് ബാക്ക് ടു കത്തോലിസിസം, കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരാൻ അനേക വ്യക്തികൾക്ക് സാധിച്ചിട്ടുണ്ട്. മനോജ് തൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാർപ്പാപ്പയെ ക്ലോസ്ലി ഫോളോ ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയിൽ, പഠനങ്ങളെ ആഴമേറിയ രീതിയിൽ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്ന നിലയിലും നമ്മളോട് പങ്കുവച്ച ഈ വലിയ വലിയ കാര്യങ്ങൾക്ക്, അനുഭവ സമ്പത്തുകൾക്ക് ഗുഡ്നസ് ടിവിയുടെ പേരിൽ പ്രത്യേക നന്ദി പറയുന്നു. താങ്ക് യു കൊച്ചിനെ ചേച്ചി, താങ്ക് യു.